everyone, welcome to Kids Area Online Class 3 ഓണം എക്സാം. ഇന്ന് മലയാളം എക്സാം ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ മലയാളം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എക്സാം വളരെ ഈസി ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവും. കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് നൽകുന്നുണ്ട്. അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 2nd വീക്കിൽ അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവ് ട്യൂഷനാണ്, സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. അതിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. 9746487799. ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നതാണ്. വായിക്കാം എഴുതാം. താഴെയുള്ള കഥ വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കുഞ്ഞുവിത്തിൻ്റെ സ്വപ്നം. കുഞ്ഞുവിത്ത് മണ്ണിൽ വീണു. ഒരു വലിയ മരമാകണമെന്ന് അത് സ്വപ്നം കണ്ടു. ഞാൻ വളർന്ന് എല്ലാവർക്കും തണൽ നൽകാം, ഒപ്പം പഴങ്ങളും. വിത്ത് മനസ്സിൽ പറഞ്ഞു. മഴ പെയ്തു, മണ്ണ് നനഞ്ഞു. ആ നനവിൽ വിത്ത് മുളച്ചു, ചെടിയായി. കാലം കടന്നുപോയി. ചെടി വളർന്ന് വലിയൊരു മാവായി മാറി. അതിൽ നിറയെ പൂക്കളും പഴങ്ങളും ഉണ്ടായി. മാമ്പൂക്കൾ വിരിഞ്ഞപ്പോൾ ശലഭങ്ങളും പക്ഷികളും എത്തിത്തുടങ്ങി. ശാഖകളിൽ കിളികളും മരപ്പൊത്തിൽ മൂങ്ങയും കൂടുകൂട്ടി. കുട്ടികൾ മരത്തണലിൽ കളിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങൾക്കും മരം പ്രിയപ്പെട്ടതായി മാറി. ഒരു ദിവസം കാറ്റ് വന്ന് മാവിനോട് ചോദിച്ചു, നിനക്ക് മറ്റുള്ളവരെ ഇത്രമാത്രം സ്നേഹിക്കാൻ എങ്ങനെ കഴിയുന്നു? പുഞ്ചിരിച്ചുകൊണ്ട് മാവ് പറഞ്ഞു, ഞാൻ ചെറിയ വിത്തായിരുന്നപ്പോൾ മഴയും വെയിലും മണ്ണും എന്നെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നത്. ഇത് കേട്ട കാറ്റിന് സന്തോഷമായി. വിത്ത് വിതച്ചാൽ വിളവ് കൊയ്യാം എന്നാണല്ലോ ചൊല്ല്. കാറ്റ് എല്ലായിടത്തും ഈ സന്ദേശം എത്തിച്ചു. അതിൽ ഒന്നാമത്തെ ചോദ്യം, കുഞ്ഞുവിത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു? വലിയ മരമാകണം, പൂക്കളും പഴങ്ങളും നൽകണം, നല്ല ചെടിയാകണം, പുഞ്ചിരിക്കണം. ഏതായിരുന്നു ഇഷ്ടം? ഓപ്ഷൻ എ ആയിരുന്നു ഇഷ്ടം. വലിയ മരമാകണം. വലിയ മരമാകണം എന്നതായിരുന്നു ഇഷ്ടം. വലിയ മരമാകണം എന്നതാണ്. രണ്ടാമത്തെ ബി ചോദ്യം നോക്കാം. കാറ്റ് എല്ലായിടത്തും എത്തിച്ച സന്ദേശം എന്തായിരുന്നു? മരത്തിൽ കൂടുകൂട്ടണം, പക്ഷികളും ശലഭങ്ങളും എത്തിയിട്ടുണ്ട്, എല്ലാവരെയും സ്നേഹിക്കണം, മരത്തണലിൽ കളിക്കണം. ഏതാണ് ശരി ഉത്തരം? ശരി ഉത്തരം എല്ലാവരെയും സ്നേഹിക്കണം എന്നതായിരുന്നു ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം, പക്ഷികളും ശലഭങ്ങളും എത്തിത്തുടങ്ങിയത് എപ്പോഴാണ്? മാമ്പൂക്കൾ വിരിഞ്ഞപ്പോൾ, മരം വളർന്നപ്പോൾ, വിത്ത് മുളച്ചപ്പോൾ, കാറ്റ് വന്നപ്പോൾ. എപ്പോഴായിരുന്നു? യെസ്, മാമ്പൂക്കൾ വിരിഞ്ഞപ്പോൾ. എപ്പോഴായിരുന്നു? മാമ്പൂക്കൾ. ഓപ്ഷൻ എ, മാമ്പൂക്കൾ വിരിഞ്ഞപ്പോൾ. അടുത്തത് എന്താണെന്ന് നോക്കാം. ശാഖ എന്നർത്ഥം വരുന്ന പദം താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തി എഴുതി. ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു ശാഖ. ഓർമ്മയുണ്ടോ? അർക്കൻ സൂര്യനാണ്, ശാഖ മരക്കൊമ്പാണ്. യെസ്, കറക്റ്റ്. ശാഖ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ? മരക്കൊമ്പ്. ശാഖ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി, മരക്കൊമ്പ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ, വിത്ത് വിതച്ചാൽ വിളവ് കൊയ്യാം എന്ന പഴഞ്ചൊല്ലിൻ്റെ ഏറ്റവും അനുയോജ്യമായ ആശയം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വിത്ത് വിതച്ചാലേ കൊയ്യാൻ കഴിയൂ, നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും, വിതയ്ക്കണമെങ്കിൽ വിത്ത് വേണം, കൊയ്താലേ വിത്ത് ലഭിക്കൂ. ഏതാണ് ഇവിടുത്തെ കറക്റ്റ് പഴഞ്ചൊല്ലിൻ്റെ ആശയം? എന്താണ്? നല്ല വിത്ത് വിതച്ചാൽ നല്ലത് ലഭിക്കും. ഇതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്തത് നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം, വരികൾ ചേർക്കാം. ഉണ്ണിക്കുട്ടൻ ഒരു പലഹാര കൊതിയനാണ്. അമ്മയുണ്ടാക്കുന്ന പലഹാരങ്ങളാണ് അവന് ഏറെ ഇഷ്ടം. പലഹാരങ്ങൾ കാണുമ്പോൾ അവൻ അറിയാതെ മൂളിപ്പാട്ട് പാടും. ഉണ്ണിക്കുട്ടൻ്റെ പലഹാരപ്പാട്ട് പൂർത്തിയാക്കൂ. പാട്ട് 6 വരിയിൽ കുറയരുത്. ഇവിടെ ഒരു 6 വരി നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഒരു 6 വരി കൂടെ ചേർക്കണം. അമ്മ നിറച്ചൊരു പാത്രത്തിൽ പലഹാരങ്ങൾ എന്തെല്ലാം
ഉണ്ണിക്കുട്ടൻ മൂടി തുറന്നു അമ്മ വരുന്നത് കാണാതെ, വട്ടം വട്ടം വട്ടയപ്പം, കുഴലുകൾ പോലെ കുഴലപ്പം. ഇനിന്താ എഴുതാം? മുറുമുറുമൊരിയും നെയ്യപ്പം, മധുരം നൽകും ഉണ്ണിയപ്പം. അതുപോലെ ഓരോ പലഹാരത്തെക്കുറിച്ച് എഴുതിയിട്ട് ലാസ്റ്റ് എഴുതാം നമുക്ക് വയറ് നിറച്ചു കഴിച്ചു അവൻ എന്നിങ്ങനെ കൂട്ടിച്ചേർക്കാം. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇതൊരു ആശയം ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രവർത്തനം 3. കാടിനടുത്ത ഗ്രാമത്തിൽ ഉത്സവമാണ്. മിട്ടുകുരങ്ങനും കൂട്ടുകാരും ഗ്രാമോത്സവം കാണാനായി അവിടെ എത്തി. അവിടെ അവർ കണ്ട 2 കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ചിത്രം നിരീക്ഷിച്ച് രേഖപ്പെടുത്താൻ വിട്ടുപോയ കലാരൂപത്തിൻ്റെ പേരെഴുതുക. ഇത് കഥകളി എന്ന് തന്നിട്ടുണ്ട്. ഇത് ഏത് രൂപമാണ്? ഇത് പടയണിയാണ് കേട്ടോ. എന്താണ് ഉത്തരം? പടയണി. പടയണിയാണ്. പടയണി. ഓപ്ഷൻ ബി. അല്ല, ബി ഏതായിരുന്നു? പടയണിയായിരുന്നു അതിൻ്റെ ആൻസർ. ഗ്രാമോത്സവത്തിൽ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളുടെ സവിശേഷതകൾ ചുവടെ നൽകിയിരിക്കുന്നു. അനുയോജ്യമായവ കണ്ടെത്തി താഴെ കൊടുത്തിരിക്കുന്ന കോളങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ ഒന്നാമത്തെ കലാരൂപം നമ്മളിവിടെ വായിച്ചു. ഏതായിരുന്നു? കഥകളി. രണ്ടാമത്തത് എന്തായിരുന്നു? പടയണി. കഥകളിയും പടയണിയുമായിരുന്നു. അതിൽ കഥകളിയുടെ എന്തൊക്കെയാണെന്ന് അറിയാവോ? കഥകളിയിൽ പുരുഷവേഷമുണ്ട്, ചേങ്ങിലയും ഇലത്താളവുമുണ്ട്. ഇത് രണ്ടുമാണ് ഇവിടെ എഴുതേണ്ടത്. പുരുഷവേഷം അത് എഴുതണം. പിന്നെ അതുപോലെ ചേങ്ങിലയും അതാണ് ഇവിടെ എഴുതാനുള്ളത്. പടയണിയുടെ സ്ഥലത്ത് എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഇതൊരു കാർഷിക ഉത്സവമാണ്. തപ്പാണ് പ്രധാന വാദ്യം. ഇത് രണ്ടും എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഇതൊരു കാർഷികോത്സവമാണ്. തപ്പാണ് പ്രധാന വാദ്യം എന്നത് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു. ഇതിൽ തന്നെ ഉത്തരമുണ്ട്. ആ 2 കലാരൂപങ്ങളുടെ പേരെഴുതുക. കഥകളി. കഥകളിയുടെ പ്രത്യേകത എന്താണ്? പുരുഷവേഷങ്ങളും സ്ത്രീവേഷങ്ങളുമുണ്ട്. ചേങ്ങിലയും ഇലത്താളവും ഉപയോഗിക്കുന്നു. പടയണിയിൽ എന്തെഴുതാം? ഇതൊരു കാർഷികോത്സവമാണ്. തപ്പാണ് പ്രധാന വാദ്യം. പ്രവർത്തനം 4 നോക്കാം. 4A 4B ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 4A പോസ്റ്റർ നിർമ്മാണമാണ്. ആഹാരവും ആരോഗ്യവും എന്ന സെമിനാറിൻ്റെ ഭാഗമായി വയൽക്കര സ്കൂളിലെ ആരോഗ്യ ക്ലബ് അംഗങ്ങൾ ഒരു പലഹാരമേള നടത്താൻ തീരുമാനിച്ചു. വിദ്യാലയത്തിൽ വെച്ച് നടക്കുന്ന പലഹാരമേളയുടെ പ്രചരണത്തിനായി കുട്ടികൾ ആകർഷകമായ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഈ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളും ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. അപ്പോൾ വിഷയം ആഹാരവും ആരോഗ്യവും. ഇത് വെച്ചിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു. പോസ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് സെൻറ്റൻസുകൾ ഉൾപ്പെടുത്താം. സ്ഥലം, സമയം ഇതൊക്കെ എന്ത് ചെയ്യണം? എഴുതണം. 4B സംഭാഷണം എഴുതാമായിരുന്നു. വിരുന്നുപോയ മഞ്ഞക്കിളി പഞ്ചവൻ കാട്ടിൽ മടങ്ങിയെത്തി. കാട്ടിൽ എല്ലാവരും തിരക്കിലാണ്. എന്താണ് സംഭവമെന്നറിയാൻ മഞ്ഞക്കിളി തൻ്റെ സുഹൃത്തായ ചിന്നൻ അണ്ണാനെ വിളിച്ചു. അവർ തമ്മിൽ എന്തൊക്കെയാവും സംസാരിച്ചിട്ടുണ്ടാവുക? സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ. അപ്പോൾ എന്താ ആദ്യം ചോദിക്കുക? മഞ്ഞക്കിളി ആദ്യം ചോദിക്കുക എന്താണ്? ഹായ് ചിന്നൻ അണ്ണ, സുഖമാണോ? എന്താണ് കാട്ടിൽ എല്ലാവർക്കും ഇത്ര തിരക്ക്? അപ്പോൾ ചിന്നൻ എന്ത് പറഞ്ഞു? ഓ മഞ്ഞക്കിളി, സുഖമാണ്. നീ വിരുന്ന് പോയിട്ട് വന്നോ? നമ്മുടെ കാട്ടിൽ വലിയൊരു ഉത്സവം നടക്കുകയാണ്. അപ്പോൾ മഞ്ഞക്കിളി എന്ത് പറയും? ഉത്സവമോ? എന്ത് ഉത്സവമാണ് ഇവിടെ നടക്കുന്നേ? ഇപ്പം ചിഹ്നം പറയും നമ്മുടെ കാനനോത്സവം. എല്ലാവരും ഓരോ പരിപാടികൾ തയ്യാറെടുക്കുന്ന തിരക്കിലാണ്. മഞ്ഞക്കിളി കൊള്ളാലോ. ആരെല്ലാം എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നേ? ഇങ്ങനെയൊക്കെ. ഇപ്പോൾ കുയിലിൻ്റെ പാട്ടുണ്ട്, ആനയുടെ ഫാഷൻ ഷോ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? സംഭാഷണം എഴുതാം. പ്രവർത്തനം 5-ൽ 5Aയും 5Bയും ഉണ്ട്. 5A അല്ലെങ്കിൽ 5B എഴുതിയാൽ മതി. ഡയറി എഴുതാമാണ് ആദ്യത്തേത്. കാനനോത്സവം എന്ന പാഠഭാഗത്തിലെ കുഞ്ഞരിപ്രാവിനെ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? കാട്ടിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കുഞ്ഞരിപ്രാവ് സ്വന്തം കൂട്ടിൽ മടങ്ങിയെത്തി. അവളുടെ മനസ്സിലേക്ക് അന്നത്തെ ഓരോ സംഭവങ്ങളും കടന്നു വന്നു. കുയിലിൻ്റെ പാട്ടുകച്ചേരിയും സൂചിക്കൊമ്പൻ്റെ ഫാഷൻ ഷോയും. എന്തൊരു രസമായിരുന്നു! ഉറങ്ങുന്നതിന് മുമ്പ് പതിവ് പോലെ കുഞ്ഞരിപ്രാവ് ഡയറി എഴുതാൻ തുടങ്ങി. കാനനോത്സവത്തിലെ സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും അന്നേ ദിവസത്തെ ഡയറി തയ്യാറാക്കൂ. അപ്പോൾ ഡയറി തയ്യാറാക്കാനായിരുന്നു എ ചോദ്യം. ബി ചോദ്യം അനുഭവ വിവരണം. ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചായിരുന്നു. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഈ വർഷവും പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടന്നു കഴിഞ്ഞുവല്ലോ. 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ വരവും സ്കൂളിലെ അന്നത്തെ ആഘോഷങ്ങളും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കൂ.
ഇതായിരുന്നു 5B ക്വസ്റ്റ്യൻ. ഇന്നലെ ടീച്ചർ ഇത് പറഞ്ഞു തന്നായിരുന്നു, അനുഭവ വിവരണം, പ്രവേശനോത്സവത്തിൻ്റെ അനുഭവ വിവരണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ടീച്ചർ വിവരണം നൽകിയിട്ടുണ്ടായിരുന്നു, ഉത്സവത്തിൻ്റെ വിവരണം നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഡയറി രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 3ാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സൊക്കെ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു അവധിക്കാലമാണ്. അപ്പോൾ നല്ലൊരു അവധിക്കാലം നേരുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.